എല്ലാം പുള്ളിക്കാരത്തി നൈസായിട്ട് വിട്ടുപിടിച്ച്. കാര്യം വേറെ ഒന്നുമല്ല, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇവർക്ക് പകുതി ആൻസർ ഇല്ല. അത് തന്നെ ബാക്കി കിടക്കണം. So I was really shocked, and this experience left as a it's a traumatic. I don't know how to. Now also I'm feeling very bad seeing like that. That to a prominent director. Then after that also he called again me and another colleague, and he asked us to remove us. He wanted to watch and enjoy. And we didn't. We both refused, and we were sitting there. Then he started to do masturbation in front of us. വി ബോത്ത് റെഫ്യൂസ്ഡ്. ഒരു വട്ടം അനുഭവമായി, 2 വട്ടമായി, 3 വട്ടമായി, എന്നിട്ടാണ് വന്നിരുന്ന് പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ ഈ ഒരു ന്യൂസ് ഞാനിവിടെ വയ്ക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ കുറേ ചാനൽസ് ഇങ്ങനെ ഒരു കേസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തായിരുന്നു. അതായത് ഇവർ ആദ്യമേ ഈ ഒരു കേസ് ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞപ്പം കുറേ ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു. എന്നിട്ട് ഞാനത് കാണിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ബാലേന്ദ്ര മേനോൻ കേസ് കൊടുത്തു. കേസ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷവും കുറേ ആൾക്കാർ അതിനെ പറ്റിയിട്ട് വാർത്ത ചെയ്തു. പിന്നെ പതുക്കെ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും ഇവർ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് വന്നിരുന്ന് സംസാരിക്കുവാണ്. ഇങ്ങനെ ഇത്രയും ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ മിന്നു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോലീസിൽ ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണമായിരുന്നു. ഇതിപ്പോൾ ബാലചന്ദ്ര മേനോൻ കൊണ്ടുപോയി കേസ് കൊടുത്തതിന് ശേഷമാണ് ഇവരിത് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇന്ത്യ ടുഡേ പോലത്തെ ഒരു ചാനലിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെയുള്ള കാര്യം പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു പകുതി ഭാഗമാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഒരുപാട് ആക്ടേഴ്സിനെ പറ്റിയിട്ട് ഈ പുള്ളിക്കാരത്തി ത്രൂ ഔട്ട് സംസാരിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരത്തി തന്നെ ഈ ഒരു വീഡിയോ അവരുടെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും കൊള്ളാം. എന്തായാലും ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ഇനിയിപ്പം പുള്ളിക്കാരത്തേക്ക് ജാമ്യം കിട്ടൂലെന്ന് നോക്കാം. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുക. ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഇപ്പം സിദ്ദിഖ് ഒളിച്ച് നടന്ന പോലെ ഒളിവിൽ പോകേണ്ട ഒരവസ്ഥയിലോട്ട് വരും. മിക്കവാറും ഇതൊന്നും രണ്ടും അലിഗേഷൻസ് ഒന്നും അല്ല വന്നേക്കുന്നത്. പ്രത്യേകിച്ച് കോടതി തന്നെ മുകേഷിൻ്റെ കേസിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. പീഡിപ്പിച്ച ഒരു വ്യക്തിയെടുത്ത് പോയി കാശ് ചോദിക്കുക, പീഡിപ്പിച്ച വ്യക്തിയായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, ഇതിനെയൊക്കെ പറ്റിയിട്ട് കോടതി ചോദ്യം ചെയ്തൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനിയിപ്പം ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുമോ, അത് ജാമ്യം കിട്ടുമോ എന്നെല്ലാം നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.